ഒരു സന്തോഷ വാർത്ത കേട്ടിക്കാണ്. നമ്മളെ ചെക്കന്മാരിപ്പോ നമ്മളെ വിളിച്ചാണ്ട് ഒരു കാര്യം പറഞ്ഞു ഇല്ലടാ. അതെ, കേട്ടപ്പോ ഞങ്ങക്ക് ഭയങ്കര സന്തോഷമായി. കാരണം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ചാനൽ 1K അടിച്ചിരിക്കുന്നു. അതിന്റെ സന്തോഷത്തിലാണ് ഇപ്പൊ ഞങ്ങള്. പെരീന്ന് അച്ചാറുണ്ടെന്നോണ്ട് കൂട്ടാനായി. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ നോക്കുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നമുക്ക് അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ടെൻറ്റിങ്ങിനായിട്ട് ഒരു പോയിന്റ് തീർത്ത് പോയി ടെൻറ്റ് അടിക്കാൻ പോവാണ്. അപ്പോൾ രാവിലെ ഇപ്പോൾ ഏകദേശം ഒരു 9 മണിയായി. അപ്പോൾ ഞങ്ങൾ പോകാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ സ്പോട്ടിലേക്ക് പോകുകയാണ്. ബാക്കിയുള്ള വീഡിയോ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഞങ്ങൾ ടെൻറ്റ് അടിക്കാൻ കരുതിയിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞങ്ങളെ ടെൻറ്റ് അടിക്കാനുള്ള സ്ഥലം. ഇതിൻ്റെ ഉള്ളിലല്ല, ഇതിൻ്റെ മുകളിൽ. ഇത് പഴയ ഒരു പൊയിന്ന് വെള്ളമൊക്കെ അടിക്കണ ഒരു മോട്ടറാണ്. മോട്ടറിൻ്റെ ഒരു റൂമാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഞങ്ങൾ ടെൻറ്റ് അടിക്കണത്. അപ്പോൾ ഇവിടെ മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. ക്ലീൻ ആക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടെ ടെൻറ്റ് അടിക്കാൻ. അപ്പോൾ ആദ്യം നമുക്കൊന്ന് ക്ലീൻ ആക്കാം. ഫുള്ളായിട്ട് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് നേരെ ടെൻറ്റ് അടിക്കാം. ഏകദേശം കയ്യാനായി എന്ന് പറയാം. ഇപ്പൊ ഞങ്ങൾ കുഴങ്ങിയപ്പോ ലേശം വെള്ളം കുടിക്കരുത്. ഇവിടുന്ന് കാണാൻ നല്ല വ്യൂ ആട്ടോ. എന്തായാലും ടൈം 11 മണിയായി. ഇനിയിപ്പോ ഈ ക്ലീനിങ് പാടെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ടെന്റ് അടിക്കാൻ. ഇപ്പൊ തന്നെ ടൈം ഏകദേശം നല്ലോണം ആയി. കാരണം ഫുഡൊക്കെ ഉണ്ടാക്കാനുണ്ട്. അതിനൊക്കെ കുറെ പണി വേണം അല്ലേ? ടാസ്ക്കാണ്. എന്തായാലും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തീർക്കണത്. ഇത് ഞാനടുത്ത് ചെയ്യാം. നമുക്ക് നേരെ പോവാം. അങ്ങനെ അവിടുത്തെ ഫുൾ ക്ലീനിങ് ഞങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ട് അടിച്ച് തൂത്ത് വാരി എടുത്തിക്കണ്. ഞാനിപ്പോൾ ഇവിടെ ക്ലീൻ ആക്കിയിട്ടുള്ള അവസ്ഥ. അടുത്ത പരിപാടി നേരെ ടെൻറ്റ് നമുക്ക് സെറ്റാക്കി എടുക്കലാണ് ഇവിടെ. നമുക്ക് നമ്മുടെ ബാഗും വെള്ളക്കുപ്പിയും പിന്നെ പവർ ബാങ്കും എല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ടെൻറ്റിൻ്റെ ഉള്ളിലുള്ള വ്യൂ. അപ്പോൾ ഇവിടെയൊക്കെ ഒക്കെ അടുക്കി പൊറുക്കി ഒക്കെ ലെവലാക്കി വെക്കണം. ഇതിൻ്റെ ഉള്ളൊക്കെ ലെവലാക്കി എടുത്തിക്കണ്. അടിയിൽ നല്ല വിരിപ്പും പിന്നെ ഞങ്ങളെ ഫുഡ് കഴിക്കാനുള്ള സാധനങ്ങളും പിന്നെ ബാഗും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെച്ച് ഞങ്ങൾക്ക് രണ്ടാക്കും കടക്കാലം ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് സെറ്റാക്കിക്കണ്. അടുത്ത പരിപാടി ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കലാണ്. പരിപാടി അരി കഴിക്കണം.
ഗൈസ് അരി കഴുകി കഴിഞ്ഞു. ചെറുക്കനവിടെ അടുപ്പുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ തീ കത്തിച്ചിരിക്കുകയാണ്. തീ കത്തനുണ്ട് കേട്ടോ. ഇതാഗോളം നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നല്ല ടൈം എടുക്കും. അങ്ങനെ നമ്മളെ കഞ്ഞിയൊക്കെ തിളച്ച് സെറ്റ് ആവാറായിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു സന്തോഷ വാർത്ത കേട്ടിക്കാണ്. നമ്മളെ ചെക്കന്മാരിപ്പോ നമ്മളെ വിളിച്ചാണ്ട് ഒരു കാര്യം പറഞ്ഞു ഇല്ലടാ. അതെ കേട്ടപ്പോ ഞങ്ങക്ക് ഭയങ്കര സന്തോഷമായി. കാരണം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ചാനൽ 1K അടിച്ചിരിക്കുന്നു. അതിന്റെ സന്തോഷത്തിലാണ് ഇപ്പൊ ഞങ്ങള്. അപ്പൊ ഇനിയുള്ള വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ഇതേ മൈക്ക് ടെൻ്റ് അടിച്ചിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നിന്ന് അവിടെ ഫിഷിങ്ങും ഉണ്ടാവും. പിന്നെ അതേമാതിരി ഞങ്ങൾക്ക് തിന്നാൻ പറ്റുന്ന എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പൊറുക്കി കൂട്ടി തിന്ന് അവിടെ നിൽക്കണ ഒരു 1 ഡേ ഞങ്ങൾ എന്തായാലും അവിടെ നിൽക്കും. എന്തായാലും 1 ദിവസമോ 2 ദിവസം ഞങ്ങൾ എന്തായാലും നിന്നിട്ട് പിറ്റേ ദിവസം നാട്ടിലേക്ക് വരും. പിന്നെ അതേമാതിരി തന്നെ ഞങ്ങൾ ഒരാഴ്ചയിൽ 2 വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യണ ഈ കാര്യം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ. അങ്ങനെ നമ്മളെ കഞ്ഞി തിളച്ചു. കഴിക്കണോ? ഇന്റെ പേത്തിക്കട പൂള ഇട്ടിക്കണ്. അരി കുറച്ച് പോയി. നമ്മൾ ശ്രദ്ധിക്കാനുണ്ടോ? ഇതിപ്പോ ഞങ്ങൾക്ക് ഉണ്ടായൊരു മിസ്റ്റേക്കാണ്. ഇതേമാതിരി ടെന്റിന്റെ അടുത്തൊക്കെ തീ വെച്ച് കഴിഞ്ഞാലേ അത് പാലിന് കത്തും. നല്ല കാറ്റുണ്ടോ അവിടെ. ചൂടാണ്. പെരീന്ന് അച്ചാറുണ്ടെന്നോണ്ട് കൂട്ടാനായി. നമുക്ക് രാത്രി നല്ല അടിപൊളി മീനെ പൊരിച്ചെടുക്കാം. അതെ. അങ്ങനെ ഗായ്സ് ഞങ്ങൾ രണ്ടാളും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് വല്ല സൈഡാവുള്ള പരിപാടിയാണ്. നട്ടുച്ചില്ല നല്ല വെയിലാണ്. ഒരു വൈകുന്നേരമൊക്കെ ആയിട്ട് നമുക്ക് ഇറങ്ങി പുറത്തേക്ക്. ഏകദേശം ഒരു 5 മണി 5:30 ടൈമായി. അപ്പോൾ ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്. മീൻ പിടിച്ചാൻ പറ്റിയ കാലാവസ്ഥയാണ്. ഞങ്ങളെന്തായാലും മീൻ പിടിച്ചാൻ വേണ്ടി ഇറങ്ങുകയാണ്. നമുക്ക് മീൻ പിടിക്കണത് കാണാം. ആ അടിപൊളി കൂട്ട നേരെ കഴിക്കണ്ടേ അടി. ഒരു സിലോപ്പിനെ തന്നെ കിട്ടി.
പൂട്ടാ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നേരെ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറി. പുറത്ത് മഴ ചാറ്റുന്നുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ഞങ്ങൾക്ക് ഇനി ഫുഡ് ഉണ്ടാക്കൽ നടക്കില്ലെന്ന് കരുതാണ്. കാരണം മീൻ ഇനി പൊരിക്കാനുണ്ട്. അപ്പോൾ നേരെ ഇതിൻ്റെ അടിയിൽ ഞങ്ങൾ കണ്ടില്ലേ, അപ്പോൾ അതിൻ്റെ അടിയിൽ പോയിട്ട് ഇനി തീയൊക്കെ ഇട്ട് ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാനുണ്ട്. ഞങ്ങളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ട് അവിടെയും ഇവിടെയൊക്കെ ഫോണൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ കുത്തിരിക്കാണ്. ഏറ്റവും അവിടെ സൈഡായിട്ടുണ്ട്. അതിന് അത്യാവശ്യം ഇരുട്ടായിട്ടോ. ഞങ്ങൾ രണ്ടാളും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബോറടിച്ച് കിടക്കാണ്. ഫോണിലൊന്നും നെറ്റില്ല, ഇങ്ങനെ നിൽക്കാണ്. ഇനി മഴ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറഞ്ഞിട്ട് നമുക്ക് നേരെ മീൻ ഉണ്ടാക്കണം. മീൻ കഴുകിയിട്ടൊന്നുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. കാരണം അപ്പത്തിന് മഴ പെയ്തു. ഞങ്ങൾ കുളി കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. നേരെ ഞങ്ങൾ ഇതിനുള്ളിൽ കയറിക്കാണ്. മഴ ചോറിൻ്റെ ലക്ഷണമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ റെയിൻ കോട്ട് ഞങ്ങൾ എന്തായാലും കൊണ്ടുവന്നില്ല. ഞങ്ങൾക്കറിയാം എന്തെങ്കിലും മഴ പെയ്ത് കഴിഞ്ഞാൽ പെടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ റെയിൻ കോട്ട് കൊണ്ടുവന്നില്ല. അപ്പോൾ റെയിൻ കോട്ട് ഇട്ടിട്ട് ഞങ്ങൾക്ക് മീനൊക്കെ കഴുകാനായിട്ട് പോയി മീനൊക്കെ ഒന്ന് കഴുകി നല്ല ക്ലീനാക്കി കൊണ്ടുവരണം. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കിയ സ്ഥലത്തല്ല ഇപ്പോൾ കുക്ക് ചെയ്യാൻ പോകണത്. ഇതിൻ്റെ അടിയിലൊരു സ്ഥലമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ മഴയൊന്നും നനയില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. മീനാണ് ഉണ്ടാക്കാനുള്ളത്. നമുക്ക് എന്തായാലും റെയിൻ കോട്ടൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങാം. ഇപ്പോൾ ഇവിടെ അടുപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഒരു വിറക് കൂട്ടിച്ച ഇവിടെ അധികം നേരം നിൽക്കാനും കഴിയില്ല. കാരണം കാര്യങ്ങളുണ്ട് കുറേ. വേഗം നമുക്ക് ഇവിടുന്ന് കറിയില്ല മീൻ പൊരിച്ചിട്ട് നമുക്ക് ടെൻറ്റിൻ്റെ ഉള്ളിൽ പോവാം. മതിയോ? നമുക്ക് ആദ്യം മീൻ നന്നാക്കി എടുക്കാം. നമ്മളിവിടെ അടുപ്പ് കൂട്ടിയപ്പോൾ പുറത്ത് മഴ കുറഞ്ഞു. എന്താ ഇപ്പൊ ടൈം 9:30 ആയി. ഇനിയിപ്പോ ഫുഡൊക്കെ ഉണ്ടായി വരുമ്പോഴത്തേന് 9:45 9:51 10 മണി ആയി എന്ന് പറയാ. 11 മണി ആകുമ്പോഴത്തേന് ഫുഡ് കഴിക്കാം. അത് നമുക്ക് മുളക് പൊടി ലേശം ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി മതി. സൂപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് കുഴച്ച് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ മസാലയിൽ കുഴച്ച് ഇവിടെ വെക്കാം. അങ്ങനെ ഇതൊന്ന് പിടിക്കട്ടെ. അപ്പോൾ ആ ടൈമിന് നമുക്ക് അടുപ്പ് കത്തിക്കാം. ഫസ്റ്റത്തെ മീൻ ഇടുക.
പോച്ചടിച്ച് കേൾക്കണേ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ വായിക്ക് തന്നെ മീനും ഉണ്ട്, കഞ്ഞിയുണ്ട്, പിന്നെ ഉമ്മ കൊണ്ടുവന്ന് തന്ന ഇതും ഉണ്ട്. എന്താ പറയാ, അച്ചാറും ഉണ്ട്. വരുന്നുണ്ടോ? എന്നാലിപ്പോ 1K ആയില്ലേ? അല്ലാതെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങി നീച്ചാണ്. രാവിലെ നോക്കിയപ്പോൾ നമ്മൾ വിചാരിച്ച അത്ര വ്യൂ ഒന്നും കിട്ടിയില്ല, എന്നാലും കുഴപ്പമില്ല. രാത്രി കുറച്ച് മഴയൊക്കെ ഉണ്ടായിനി, മേഘം മൂടിക്കണം, കുഴപ്പമില്ല. നല്ല രസം ഉണ്ടാകണ്ട്. മലയാണ്, വെയിലുണ്ടെങ്കിൽ ഒന്നും പാടെ അടിപൊളിയായി. നല്ല അടിപൊളിയൊക്കെ ആയിട്ട് ഉറങ്ങിട്ടോ. കുഴപ്പമൊന്നുമില്ലല്ലോ ഉറങ്ങാനൊന്നും. ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്ക് കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. ചായ കൂടി ചെയ്യണ്ട്. ഇനി ഇന്നലെ നമ്മൾ ഫുഡ് കഴിച്ച പാത്രങ്ങളൊന്നും നമ്മൾ മോറിയിട്ടില്ല, ഇനി മോറാണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചായ കൂടി ചെയ്യണ്ട്, ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ കഴിച്ച് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വിളിച്ച് വൈൻഡപ്പ് ആക്കാൻ പോവാണ്. ഇപ്പോൾ ടെൻറ്റും കാര്യങ്ങളൊക്കെ അയച്ചെടുക്കുകയാണ്. അയച്ചെടുക്കാനുണ്ട് ഒരു ഭാഗത്തുനിന്ന്. പിന്നെ ഞങ്ങൾ ബാഗും കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ ഫുള്ള് ഞങ്ങളെ പുതപ്പ് മറ്റേ തണുക്കണിയൊക്കെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ബാഗിലാക്കിയിട്ട് ഇവിടുന്ന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തീയും കാര്യങ്ങളൊക്കെ ഇവിടെ അടച്ചിക്കണേ. പിന്നെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന പോലെ തന്നെ ഞങ്ങൾ ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് അവിടുന്ന് പോകുന്നത്. ഞങ്ങൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഓക്കെ, ബൈ ഗൈസ്.